ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡോക്ടറോട് സംസാരിക്കാം എന്ന വീഡിയോ പരമ്പരയിലെ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഹെൽത്തി പ്രഗ്നൻസി പ്ലാനിങ്ങും അൺഹെൽത്തി പ്രഗ്നൻസി പ്ലാനിങ്ങും ഇങ്ങനെ രണ്ട് വീഡിയോകൾ നമ്മൾ ഈ സെഗ്മെൻറ്റിലെ ആദ്യത്തെ വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിലെ അൺഹെൽത്തി പ്രഗ്നൻസി പ്ലാനിങ് എന്ന വീഡിയോയുടെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ കാണാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടത്തില്ല വീഡിയോകൾ തമ്മിൽ എന്താണ് പറയുന്നതെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വരുന്ന ഐ ബട്ടണിലോ അല്ലെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നോക്കുക കേട്ടോ. അന്നത്തെ ആ വീഡിയോ നിർത്തിയത് മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങളെക്കുറിച്ചായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ അതിൻ്റെ തുടർച്ചയായിട്ട് മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ആയുർവേദത്തിൽ പറയുന്ന ചികിത്സാ രീതികളെക്കുറിച്ചാണ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് അതിനുള്ള കാരണം ദയവ് ചെയ്ത് കമൻറ്റിൽ ഒന്ന് അറിയിച്ചാൽ വീഡിയോകൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഫെർട്ടിലിറ്റിയുടെ അതായത് പുരുഷവന്ധ്യതയുടെ കാരണങ്ങൾ നമ്മൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ കണ്ടു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മെയിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുന്നതെന്ന് നമ്മൾ കണ്ടു. നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി നമുക്കിതിൻ്റെ ചികിത്സാ രീതിയിലേക്ക് പോവാം. ചികിത്സാ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പാർട്ടായിട്ട് തിരിക്കും. ഒന്ന് സെൽഫ് മാനേജ്മെൻറ്റും രണ്ടാമത് ആയുർവേദ രീതിയിലുള്ള ചികിത്സകൾ എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് നോക്കാം. ഏറ്റവും ബ്രീഫായിട്ടുള്ളതാണ് പറയുന്നത്, ഏറ്റവും സിംപ്ലസ്റ്റ് വേയിലാണ് പറയണത്, അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ്, സെൽഫ് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ അതായത് നമുക്ക് സ്വന്തമായി കറക്റ്റ് ചെയ്യാം. അതെന്തൊക്കെയാണ്, നമുക്ക് ചെറിയ ചെറിയ കാരണങ്ങളുണ്ട്, അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നാണ് നോക്കേണ്ടത്. അതിൽ തന്നെ നമുക്ക് അറിയാം ആഹാര വിഹാര രീതികൾ, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മളെ ഭക്ഷണം കഴിക്കുന്ന രീതികൾ. അപ്പോൾ എല്ലാം നമുക്ക് അറിയാം, കുറേ വർഷങ്ങളായിട്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമുക്ക് എന്താണോ വേണ്ടാത്തത് അതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക, നല്ല ആഹാരം കഴിക്കുക. അപ്പോൾ ഹെൽത്തി പ്രഗ്നൻസി പ്ലാനിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ആഹാര രീതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കുക, മുളപ്പിച്ച പയർ പോലെയുള്ള സ്പ്രൗട്ട്സുകൾ ഒരുപാട് കഴിക്കുക, അങ്ങനെയുള്ള എല്ലാം, അതായത് എരിവും പുളിയുള്ളതൊക്കെ നന്നായിട്ട് കുറയ്ക്കുക. പകരം മധുരമായിട്ടുള്ള നെയ്യും അതുപോലെ മധുരമായിട്ടുള്ള ആഹാരങ്ങൾ ഒരുപാട് കഴിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ലൈഫ് സ്റ്റൈൽ തന്നെ നന്നായിട്ട് മാറ്റിയെടുക്കുക. പിന്നെ ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ഒരുപാട് വറുത്തതും പൊരിച്ചതും എരിവുള്ളതും അങ്ങനെ കഴിക്കാതിരിക്കുക. അപ്പോൾ നല്ല ആഹാരം കഴിക്കുക. ഇനി വിഹാരത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന വ്യായാമം, എക്സസൈസ്. അപ്പോൾ അത് തന്നെയാണ് അന്നും ഇന്നും പറയാനുള്ളത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് എങ്കിലും നമ്മൾ നമ്മുടെ ശരീരത്തിനും മനസ്സിന് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മെഡിറ്റേഷൻ. അത് വെറുതെ ഒരു എക്സസൈസ് കൊണ്ട് മാത്രം പറ്റില്ല. മെഡിറ്റേഷനാണ് ഏറ്റവും മനസ്സിന് വേണ്ടിയിട്ടുള്ള വ്യായാമം. അപ്പോൾ അത് രണ്ടുപേരും കൂടി ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന എല്ലാം കപ്പിൾസിന് 2 പേർക്കും ഉള്ളതാണ്. അതായത് ഇപ്പോൾ പുരുഷവന്ധ്യതയാണെങ്കിൽ കൂടി അതിൽ സ്ത്രീയും ഉൾപ്പെട്ടിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ എന്നാലാണ് അത് രണ്ടുപേരും തമ്മിലുള്ള ഒരു മാനസിക ഐക്യമാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ വിഹാരം എന്ന് പറയുന്നത് അങ്ങനെയാണ്. പിന്നെ ഉറക്കം നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക. സമയം അതിനനുസരിച്ചുള്ള സമയം, ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, വർക്കിംഗ് ബുദ്ധിമുട്ടുകളും ബിസി ആയിട്ടുള്ള ലൈഫാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ സമയം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ സമയം കണ്ടെത്തുക. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഇതിന് മാറ്റി വെച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴാണ് സമയം മാറ്റി വയ്ക്കാനുള്ളത്. അപ്പോൾ അത് ആലോചിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വയ്ക്കുക. അപ്പോൾ ഉറക്കം ഒരു വലിയൊരു ഫാക്ടറാണ്. ഇനി എടുത്തു പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദ വിധിപ്രകാരം അല്ലെങ്കിൽ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്ന ഒന്നാണ്. അതിൽ സ്പേം ക്വാളിറ്റിക്ക്, സ്പേമിൻ്റെ കൗണ്ട് കൂട്ടാനും സ്പേമിൻ്റെ മോട്ടിലിറ്റിക്ക് കൂടാനും എല്ലാത്തിനും വേണ്ടിയിട്ട് അപ്പോൾ ഉഷ്ണഗുണം കുറച്ചിട്ട് ശീതഗുണം കൂട്ടണം. അതാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത്. ഇതാണ് ഏറ്റവും സ്പേമിന് വേണ്ടുന്നത്. അതായത് ശുക്ല ഉൽപാദനം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഉഷ്ണഗുണം കുറച്ച് ശീതഗുണം കൂട്ടുക. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. അത് ആഹാരത്തിലാണെങ്കിലും വിഹാരത്തിലാണെങ്കിലും എല്ലാം അതിനോടനുബന്ധമായി തന്നെ നമ്മൾ ചെയ്യണം. ഇനി എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഇപ്പോൾ 18 hours കണ്ടിന്യൂസ് എല്ലാവരും ജോബിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ബിസി ലൈഫാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സമയത്ത് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇറുകിയ വസ്ത്രധാരണം ഇപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ പാൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത്. അപ്പോൾ അതിനനുസരിച്ചുള്ള അതിലും ടെമ്പറേച്ചർ കുറച്ച് വേരിയേഷൻ വരും. അപ്പോൾ അതും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം, അത് ശ്രദ്ധിക്കുക. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടറൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ കാലാകാലങ്ങളെ ഇവിടെ ജോലി ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഗൾഫ് കൺട്രികൾ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെയൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ഗൾഫ് കൺട്രികളൊക്കെ പോയി ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ലൈഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോവുകയാണെങ്കിലും അവിടെ റിസൈൻ ചെയ്യാൻ അതൊന്നും അല്ല പറയുന്നത്, നമുക്ക് അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വരുത്താം, നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ഭക്ഷണവും എല്ലാ രീതികളും മാറ്റിയിട്ട് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇതൊക്കെയാണ് സെൽഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ ഏതൊരു കൺസൾട്ടേഷന് പോവുകയാണെങ്കിലും കോമൺ ആയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ജസ്റ്റ് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അറിയാം, എന്നാലും പുതിയതായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവർക്കൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സെമൻ അനാലിസിസ് ആണ് സാധാരണയായിട്ട് ഇതിൽ നോക്കുക, സെമൻ അനാലിസിസ്. അപ്പോൾ സെമൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത്ര വലിയ ചിലവേറിയതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അതിലൊരു 50% കാര്യങ്ങൾ നമുക്ക് അതിൽ തന്നെ അറിയാം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അതിൽ തന്നെ അറിയാം. എന്നിട്ടാണ് ഫർദർ ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നത്. ഇനി നമുക്ക് ചികിത്സാ രീതിയിലേക്ക് വരാം. അപ്പോൾ ചികിത്സാ രീതിയിൽ വരുമ്പോൾ തന്നെ ആയുർവേദ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയുടെ ഒരു പ്രത്യേകതയാണ് പോയിന്റ് ഔട്ട് ചെയ്തൊരു ചികിത്സയല്ല, പക്ഷേ നമ്മൾ എന്താണോ അതായത് നമുക്ക് ഉന്മൂലനം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ കറക്ഷൻ വരുത്തേണ്ടത് അതും കറക്റ്റ് ചെയ്തുകൊണ്ടും അതിനോടനുബന്ധമായ കാര്യങ്ങൾ ശരിയാക്കിക്കൊണ്ടുമുള്ള ഒരു ചികിത്സയാണ് ആയുർവേദ ചികിത്സ. അതെല്ലാവർക്കും പൊതുവെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ദോഷവും പ്രകൃതിയും എല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ചികിത്സാ രീതികൾ. അതുപോലെ തന്നെ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മുടെ ശരീര ശോധനം നടത്തും. അതായത് പഞ്ചകർമ്മ തെറാപ്പികൾ എല്ലാവർക്കും അറിയാം. ആ പഞ്ചകർമ്മ തെറാപ്പികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ശരീര ശോധനം അല്ലെങ്കിൽ ശരീരം ശുദ്ധി വരുത്തും. ഇതിലൂടെയാണ് നമ്മൾ അണ്ടോൽപാദനമാണെങ്കിൽ അണ്ടോൽപാദനം, ശുക്ലോൽപാദനമാണെങ്കിൽ ശുക്ലോൽപാദനം കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടോട്ടാലിറ്റി അല്ലെങ്കിൽ ഒരു ഫുള്ളായിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ചികിത്സ എന്നുള്ള രീതിയിൽ തന്നെ പറയാം. നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒരു ശുദ്ധിയാണ് ആയുർവേദ ചികിത്സയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് തന്നെ നമ്മൾ സ്നേഹപാനം ചെയ്യും, അതായത് സ്നേഹം സേവിക്കുന്ന രീതിയുണ്ട്. അതിനുശേഷം നമ്മൾ വിയർപ്പിക്കും, പിന്നെ വയറിളക്കാനുള്ള മരുന്നുണ്ട്, പിന്നെ ഛർദ്ദിപ്പിക്കലുണ്ട്, അപ്പോൾ പിന്നെ വസ്തു ചികിത്സകളുണ്ട്. അങ്ങനെ ഒരുപാട് ചികിത്സകൾ മുന്നിട്ട് നിൽക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുക, എന്തൊക്കെയാണ് രീതികളെന്നനുസരിച്ച്. അപ്പോൾ ഒരു ശോധന തെറാപ്പിയിലൂടെയാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റിയെ നമ്മൾ നോക്കി കാണുന്നത്. അങ്ങനെയാണ് അത് മെയിൽ ഇൻഫെർട്ടിലിറ്റി ആയിക്കോട്ടെ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ആയിക്കോട്ടെ, കോമൺ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് അങ്ങനെ. അത് ശരീരം ശുദ്ധി വരുത്തുക, ശരീര ശോധനയോട് കൂടിയാണ് നമ്മൾ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെയാണ് ആയുർവേദ ചികിത്സാ രീതിയിൽ പറയുന്നത്. അപ്പം നമുക്കറിയാം, പിന്നെ കപികച്ചു, അതുപോലെ അശ്വഗന്ധ ചൂർണം, ഇതൊക്കെ നമുക്കറിയാം. അത് വാചീകരണമായിട്ടുള്ള ചികിത്സാ രീതികൾ അതനുസരിച്ച് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും പിന്നെ അതിനോടനുബന്ധമായിട്ട് ശരീരശോധനം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനോടനുബന്ധമായിട്ട് ഈ പറഞ്ഞ പോലെ മോട്ടിലിറ്റി കൂട്ടാനോ അല്ലെങ്കിൽ സ്പേമിൻ്റെ വേറെ ക്വാളിറ്റി കുഴപ്പങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ഒരുപാട് വാചീകരണമായിട്ടുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് സേവിക്കാനും ഉണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള ഇങ്ങനെയുള്ള ഒരു രീതിയാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയണത്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ചികിത്സാ രീതി. പുരുഷ വന്ധ്യതയിലുള്ള ഇപ്പോഴുള്ള സെൽഫ് മാനേജ്മെൻറ്റും അതായത് സെൽഫായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം, നമ്മുടെ ആയുർവേദ ചികിത്സയിലുള്ള രീതികളൊക്കെയാണ് ഇത്രയും ബ്രീഫായിട്ട് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം മെയിൽ ഇൻഫെർട്ടിലിറ്റി, ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി. അപ്പോൾ പൊതുവെ എല്ലാവരും സ്ത്രീകളുടെ വന്ധ്യതയായിരിക്കും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സ്റ്റഡി എടുക്കുകയാണെങ്കിൽ ആ സ്റ്റഡിയിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 35% പുരുഷ വന്ധ്യതയുണ്ട്, 35% അപ്പോൾ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ട്. അത് പിന്നെ അനദറായിട്ട് പറയുകയാണെങ്കിൽ ബാക്കിയുള്ളതാണ് കമ്പൈൻഡ് ആയിട്ടും വരുന്നത്, പിന്നെ 10% ആണ് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ സ്ത്രീ വന്ധ്യത അതുപോലെ തന്നെ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളത് തന്നെയാണ് പുരുഷനിലുള്ള വന്ധ്യത അല്ലെങ്കിൽ മെയിൽ ഇൻഫെർട്ടിലിറ്റി. അപ്പോൾ ഇതൊരു പുതുമയുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാവർക്കും പൊതുവെ എന്താ വെച്ചാൽ സ്ത്രീകൾക്കാണ് കൂടുതൽ വിഷമവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ ആർക്കും അങ്ങനെ അറിയില്ല പുരുഷ വന്ധ്യത ഉണ്ടോ. അപ്പോൾ പക്ഷേ അത് ഈക്വൽ ആയിട്ടുള്ളതാണ്, ഇപ്പോഴും ഉണ്ട്. പിന്നെ എടുത്ത് പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WHO കണക്കനുസരിച്ചിട്ടൊരു 20 years ബാക്കൊക്കെ 20 വർഷത്തിന് മുമ്പൊക്കെ സ്പേമിൻ്റെ ആവറേജ് കൗണ്ട് എന്ന് പറയുന്നത്
15 മില്യൺ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അത് 15 മില്യൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ സെക്ഷുവൽ ഫങ്ഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് ആ സ്റ്റഡിയിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ആവറേജ് കൗണ്ടിൽ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സിവിയർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിൽ ഇൻഫെർട്ടിലിറ്റിക്കുള്ള ട്രീറ്റ്മെൻറ്റ്. ഇങ്ങനെയൊക്കെയാണ് ചികിത്സാ രീതികളാണ്, ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്ന പോലെ തന്നെ സൗമനസ്യാം ഗർഭധാരണാനാം ശ്രേഷ്ഠം. അതായത് സൗമനസ്യാം, സുമനസ്സാം, നല്ല സന്തോഷമായിട്ടിരിക്കുക, അതാണ് ഏറ്റവും കൂടുതൽ ഗർഭധാരണത്തിന് വേണ്ടത്. അപ്പോൾ എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാജിക്കലായിട്ടുള്ള ഒരു റെമഡി അങ്ങനെ ആരും വിചാരിക്കരുത്. പിന്നെ പത്രപരസ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പം മാർക്കറ്റിംഗ് ആയിട്ടാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ. അപ്പോൾ അതിലൊന്നും ചെന്ന് ആരും പെടരുത്. എല്ലാം നല്ല രീതിയിൽ തന്നെ ചോദിച്ചും കണ്ടറിഞ്ഞ് അതിനനുസരിച്ചുള്ള വൈദ്യനിർദ്ദേശപ്രകാരം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ തന്നെ കാണുക, നല്ല കൺസൾട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ആരുടെയും പാപമോ തെറ്റോ കുറ്റോ ഒന്നുമല്ല, ഇത് നമ്മൾ വരുത്തി വയ്ക്കുന്നതുമല്ല, ഇത് ലൈഫിൽ അത്രയും ഇതായിട്ടുള്ള കാര്യമല്ല. നമുക്ക് എങ്ങനെയായാലും നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആരും ഇത് വിഷമിക്കുകയോ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഇതൊക്കെ എല്ലാവരും രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഒരു രോഗം പോലെയാണ്. സാധാരണ എല്ലാ രോഗം പോലെയുള്ള ഒരു രോഗമായിട്ട് തന്നെ വേണമെങ്കിൽ ഇതിനെ കണക്ക് കൂട്ടാം. ഇതങ്ങനെ രഹസ്യമാക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ രഹസ്യമാക്കേണ്ട കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആയിട്ട് പോയി ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിത് ഒളിച്ച് വെച്ച് ചികിത്സ നടത്തുമ്പോഴാണ് നമ്മളെപ്പോഴും കബളിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒരുപാടുള്ള കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ അതിലൊന്നും ചെന്ന് പെടരുത്. നല്ല വൈദ്യനിർദ്ദേശം തേടുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക് യു ഓൾ.